മെഡിക്കൽ കോളേജിന് അനുകൂലം എന്നല്ല എനിക്ക് പറയാനുള്ള എൻ്റെ അപ്പൻ്റെ വിഷന് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്ന വിധി. മെഡിക്കൽ കോളേജ് അപേക്ഷിച്ചിട്ടില്ലല്ലോ ബോഡി വേണമെന്ന്. അപ്പൻ്റെ വിഷനെതിരായിട്ട് പ്രതികൂലമായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഹർജിക്ക് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് മെഡിക്കൽ കോളേജിന് അനുകൂലം എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് ഇവിടെ ഹർജിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ആര് എന്താ സജീവൻ മകൻ മാത്രമല്ല സഖാവാണ്. സഖാവ് എന്ന നിലയ്ക്ക് ഗവൺമെൻറ് സീനിയർ ലീഡറായിട്ടൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് പാർട്ടിയുടെ പ്രഷറും ഭീഷണിയും നേരിടണമെന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ 23-ാം തീയതി ടൗൺ ഹാളിൽ പ്രശ്നം കഴിഞ്ഞ് ആ അടിയടിയെല്ലാം കഴിഞ്ഞപ്പോൾ സജി പറഞ്ഞത് സജീനോട് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം എന്നോട് പറഞ്ഞു, എന്നോടല്ല സജീവിനോട് പറഞ്ഞു എന്ന്. പിന്നീടാണ് കോടതിയിലെത്തിയപ്പോഴാണ് മെഡിക്കൽ കോളേജിൻ്റെ മുൻപാകെ വന്നിട്ടാണ് 2 കള്ളസാക്ഷികളെയും കൊണ്ട് വന്നത്. കള്ളസാക്ഷികളാണുള്ളത്. ഒരു രാജൻ PS, അവരൊക്കെ വ്യക്തമായിട്ട് ആരാണെന്നൊക്കെ എനിക്കറിയാം, സുജയ്ക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു എബി ദേശാഭിമാനി ജീവനക്കാരൻ, ഈ രാജൻ പാർട്ടിക്കാരനാണ്. പിന്നെ ഹംസ COT ഇതാണ്. ഇവരോടൊന്നും അപ്പം പറഞ്ഞിട്ടില്ല. ഇവരോടൊന്നല്ല, ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടില്ല ബോഡി ഡൊണേറ്റ് ചെയ്യാൻ, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൻ്റെ ആത്മകഥയിലും പറഞ്ഞിട്ടില്ല. അപ്പം ആവശ്യപ്പെട്ടത് സ്വന്തം മകളോടാണ്. സുജയാണ് പറയേണ്ടത്. എന്താണ് ആവശ്യപ്പെട്ടതെന്ന് സുജയ്ക്കാണ് പറയാൻ വ്യക്തമായിട്ട് അറിയാം.